ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 25 വിശുദ്ധ ബീഡിൻ്റെ തിരുനാൾ. 672 ജെറോവ് എന്ന പട്ടണത്തിനടുത്ത് ഒരു ചെറു ഗ്രാമത്തിൽ ജനിച്ചു. 7-ാമത്തെ വയസ്സിൽ വേർമഠത്തിലെ വിശുദ്ധരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നാമധേയത്തിലെ ഇരട്ട ആശ്രമത്തിൽ പഠിച്ചു. വേർമഠത്തിലെ വിശുദ്ധ ബെനഡിക്റ്റ് ബിസ്കോയിൻ്റെ ശിഷ്യനായിരുന്നു ബീഡ്. 702 അദ്ദേഹം പുരോഹിതനായി. പഠനവും എഴുത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ജാശോ ആശ്രമത്തിൽ 600 ശിഷ്യന്മാർക്ക് അദ്ദേഹം ശിക്ഷണം നൽകുകയുണ്ടായി. ഭക്തിയും പാണ്ഡിത്യവും പ്രാർത്ഥനാശീലവും മാതൃകാ ജീവിതവുമാണ് ഇത്രയധികം ശിഷ്യന്മാരെ തന്നിലേക്ക് ആകർഷിച്ചത്. തത്വശാസ്ത്രം, സംഗീതം, പദ്യം, ഗണിതം, ഊർജതന്ത്രം, ചികിത്സ മുതലായ വിഷയങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. ഇംഗ്ലീഷ് ചരിത്രകാരന്മാരുടെ പിതാവാണ് അദ്ദേഹം. ആംഗ്ലോ സാക്സൺ വിശുദ്ധന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും ജീവചരിത്രങ്ങൾ അദ്ദേഹം എഴുതി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേ ദിവസം എഴുതി തീർത്ത് 735 സ്വർഗാരോപണ തിരുനാൾ ദിനം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അന്തർദാനം ചെയ്ത ബ്രീഡിന് നാട്ടുകാർ വന്യൻ എന്ന സ്ഥാനം നൽകി വിളിച്ചിരുന്നു. 1899 ലിയോ 13 വിശുദ്ധ ബ്രീഡിനെ വിശുദ്ധനും വേദപാരംഗതനുമായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ബീഡ്, ഞങ്ങൾക്കും തിരുസഭ മുഴുവനും വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.